ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഉടൻ തെളിവെടുപ്പ് നടത്തുവാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംസ്ഥാനത്തിന് പുറത്തും സന്നിധാനത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തും. ടി വി പ്രസാദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, തെളിവെടുപ്പ് ഇന്നും നടക്കുമോ? അത് കൂടുതലായി ചോദ്യം ചെയ്ത് ഉത്തരം കിട്ടേണ്ട പല ചോദ്യങ്ങളുമുണ്ട്. എന്തായിരിക്കും നീക്കം അന്വേഷണ സംഘത്തിന്റെ? റോഷ്നി, പാർവതി, ഗുഡ് മോർണിംഗ്. അന്വേഷണ സംഘത്തിന്റെ നിർണായക ദിവസങ്ങളാണ് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് 13 ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ടോടുകൂടിയാണ് തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഇനിയിപ്പോൾ പ്രധാനപ്പെട്ടത് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ തെളിവെടുപ്പ് തുടങ്ങുക. കാരണം ശബരിമലയിലും അതുപോലെ തന്നെ ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളികളും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയ വഴികളിലൂടെയെല്ലാം അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് പോകണം. കാരണം അത് ഏറ്റവും പ്രധാനമാണ് ഈ കേസിൻ്റെ തെളിവെടുപ്പിൽ എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം പോയതിനു ശേഷം കൃത്യമായ ഒരു പ്ലാനിംഗ് അന്വേഷണ സംഘം തയ്യാറാക്കിയിരുന്നു. ശബരിമലയിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയതിന് ശേഷമാണ് പോറ്റി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. ഈ കൽപേഷിന് വേണ്ടിയുള്ള തെരച്ചിൽ SIT തുടങ്ങിയിട്ടുണ്ട്. കൽപേഷ് എന്നുള്ളത് മറ്റൊരു തരത്തിൽ ഇല്ലാത്ത ഒരാളാണോ എന്ന സംശയം SITക്കുണ്ട്. അതോടൊപ്പം തന്നെ കൽപേഷ് യോഗേഷ് എന്ന് പറയുന്നത് ഒരാളാണോ, അത് ആരാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ലാഭവിഹിതം, അതായത് ഈ ഉരുക്കി കിട്ടിയ സ്വർണം ആർക്കൊക്കെ വീതിച്ചു കൊടുത്തു എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട്. നിലവിൽ ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു കൊടുത്തു എന്ന മൊഴി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുണ്ടായത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ശക്തമായി പുരോഗമിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് കോൺഗ്രസിൻ്റെ ശക്തമായൊരു പ്രതിഷേധ പരിപാടി വിശ്വാസ സംഗമം എന്ന പേരിൽ പന്തളത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. വൈകിട്ടാണ് പരിപാടി. അതിൻ്റെ തൊട്ടൊരു 7.5 കിലോമീറ്റർ മുമ്പ് കാരക്കാട് നിന്ന് പദയാത്രയായിട്ടാണ് VD സതീശൻ്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഗമിച്ച യാത്രകൾ കൂടിച്ചേർന്നുകൊണ്ട് പന്തളത്തേക്ക് നീങ്ങുക. വലിയ ജനക്കൂട്ടം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത്. UDFിൻ്റെ നേതൃത്വത്തിലാണ് ഈ റാലി സംഘടിപ്പിക്കുന്നത്. KC വേണുഗോപാൽ ഇന്നത്തെ റാലി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. വലിയ പ്രതിഷേധം അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നു. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിൽ ശക്തമായ നടപടി ഉണ്ടാകണം, ബന്ധപ്പെട്ട മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ ഇതിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ അതിശക്തമായി പുരോഗമിക്കുമ്പോഴും മറുഭാഗത്ത് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി, ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.